നമ്മുടെ സാമ്പാർ വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് സാമ്പാറാണ്, നല്ല അടിപൊളി സാമ്പാറും ഇഡ്ഡലി. നമ്മുടെ മുട്ടക്കറിയൊക്കെ വെന്തു. ഇനി ഈ വെണ്ടയ്ക്ക നല്ലത് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കായപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സാമ്പാർ ഓടും കൂടി ഇട്ടിട്ട് ഇത് മൊത്തം ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ സാമ്പാറിൻ്റെ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. പൊടികളിൽ ഇട്ട് കൊടുത്ത് നല്ലൊരു മിക്സ് ചെയ്യും. മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും സെറ്റായിക്കൊണ്ടിരിക്കുക. ഇഡ്ഡലി വെന്തോ ഒന്ന് നോക്കാം. ഓക്കെ, ഇഡ്ഡലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. രാത്രി ഉറങ്ങത്തില്ല, എന്നിട്ട് രാവിലെ ഇരുന്ന് ഉറക്കം പോകുന്നു. ഒന്നുമില്ലടേ, നിങ്ങൾ ഇയാളെന്താടേ ഉറങ്ങാത്ത രാത്രി? ഈ രാത്രി ഇയാൾ ഉറങ്ങാതെ ഇങ്ങനെ ഇന്നലെ അച്ഛൻ ഉറങ്ങിയില്ല. രാത്രി കിടന്നാൽ വിളിക്കുമായിരുന്നു, സതീശ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇരിക്കും, കൊണ്ട് കിടത്തും, വീണ്ടും വന്നിരിക്കും. എന്തോ അച്ഛനെ കാണുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ തന്നെ ഫോൺ അച്ഛനാ അച്ഛന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഇവിടെ കഴിക്കും. സാമ്പാർ വെള്ളവും എന്ത് ഉള്ളതല്ലേ? എന്ത് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് സാമ്പാർ കൊള്ളത്തില്ലതല്ലേ? അടിപൊളി സാമ്പാർ കണ്ടോ? ഇതിന് ഇഷ്ടപ്പെട്ടില്ലേ? തിന്ന് വാങ്ങിച്ചതാ. അച്ഛൻ സാമ്പാർ നല്ലപോലെ കഴിക്കും. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എടുത്ത് സാമ്പാർ ഇഷ്ടപ്പെട്ടില്ലല്ലയോ? അച്ഛന് സാമ്പാർ ഇഷ്ടപ്പെട്ടില്ലയോ? ഇല്ല. രുചിയില്ലയോ? ഇല്ല. അത് നേരത്തെ ഉണ്ടായിരുന്നത്, വെള്ളവും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലാത്ത. കള്ളത്തരം പറയുന്നുണ്ട്. ഇന്നലെ സാമ്പാർ ഉണ്ടായിരുന്നോ? ഇന്നലെ അച്ഛൻ ഇന്നലെ എന്തോ ഉണ്ടായിരുന്നു? ഇല്ല, ഇന്നലെ സാമ്പാറൊന്നും ഇല്ലായിരുന്നു. ഇതാണെന്ന് പണ്ട് പറഞ്ഞു നമ്മൾ ചുമ്മാ അങ്ങനെ കൊണ്ടുപോകുന്നതിന്. ഒന്നില്ല ഇവിടെ വന്നേ. അധികം ആകരുത്, അധികം ആയി കഴിഞ്ഞാൽ ചേപ്പം പോകും. ഇഡ്ഡലിയൊക്കെ സാമ്പാർ ഇങ്ങനെ കുതിർന്ന് കിടക്കുക. ഇഡ്ഡലിയൊക്കെ സാമ്പാറത്ത് കുതിർന്ന് കിടക്കുക. വേണ്ടത് എല്ലാ സൈഡിൽ കുഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ അമരയ്ക്ക എടുത്ത് വെച്ചു. അമരയ്ക്ക്, വെണ്ടയ്ക്ക്, മല്ലിയിലൊക്കെ ഡിസൈനായിട്ട് അച്ഛൻ കൊണ്ട് വെച്ചിരിക്കുന്ന സൈഡിൽ. അച്ഛൻ പറഞ്ഞാണ് സാമ്പാർ എനിക്ക് വേണ്ട, ഈ സാമ്പാർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആളാക്കി. കയ്യിൽ വേണം, വെള്ളം കുടിക്കണം കേട്ടോ.
ഓ അത് ഇഷ്ടമുണ്ടല്ലേ. സാമ്പാർ കൊള്ളത്തിലുള്ള ടീമാണ്. അതുകൊണ്ട് പഠിച്ചെല്ലാം കഴിച്ച് ഡിസൈനായിട്ട് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. സാമ്പാർ വേണോ അതിന്? സാമ്പാർ വേണോ ഇപ്പോഴോ? ഓ ഇപ്പൊ ഇതിനകത്തുണ്ട് സാമ്പാർ വേണ്ട. ഇവിടെ ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. അച്ഛൻ കൈ കഴിക്കും. അതൊക്കെ ഞാൻ വാരിക്കോളാം അച്ഛാ. ഞാൻ വാരിക്കോളാം അച്ഛൻ. കൈ കഴിക്കും. അല്ലേ അത് പിടിച്ചില്ലേ, അത് പിടിക്കില്ലേ. ഇപ്പൊ കൈ കഴിക്കും. ഇവിടെ ഇട്ടിരുന്നു. മതി. കൈ വിട്ടു കേട്ടോ. ഓക്കെ. ചോറിൻ്റെ കൂടെ വറുത്ത മുട്ടയാണ്. അതിനുവേണ്ടി സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3 മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ മുട്ട കൊണ്ട് ഓംലെറ്റ് ഒക്കെയാണ്. ഇത് മുട്ട വറുത്തത്. ഇത് യൂട്യൂബിൽ ഒരു ചേച്ചി ഉണ്ടാക്കി കണ്ടിട്ട് പഠിച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ പൊടികളെല്ലാം ഇട്ടു. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇത് നല്ല തിളച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലായിടത്തേക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മുട്ട വറുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. പുതിയ പാട്ടായി പുതിയ പാട്ടാണല്ലോ ഇന്ന്. പുതിയ പാട്ടാണല്ലോ പാടുന്നത്. അച്ഛൻ പാടുന്ന പാട്ട് പുതിയതാണല്ലോ ഇപ്പം. അല്ല പാട്ട് പാടിയത് പറഞ്ഞേ. യാ മാറ്റിട്ട് വേറെ പാട്ടാണല്ലോ. അച്ഛൻ കടന്നു. ചോറാണ് പഠിക്കാൻ കേട്ടോ. സംഗീതമുണ്ട്. കടക്ക്. ഞാനേ ചോറാകുമ്പോ വിളിക്കും കേട്ടോ. അതിൽ കിടന്ന് മയങ്ങണം. പാടല്ലേ. ശരി ഓക്കെ കടന്നു. നല്ല പാട്ടാ. അച്ഛൻ്റെ എൻ്റെ അമ്മേ അമ്മേ എന്നെ എന്നെ മനക്ക് മനക്കാൽ വരരുതേ. അച്ഛൻ്റെ സന്തോഷമാണ് ഈ പാട്ടൊക്കെ പാടുന്നത്. ധൈര്യമായിട്ട് പാടിക്കോ അച്ഛാ. ചോറിനാൻ നേരം ഞാൻ വിളിക്കും കേട്ടോ. ചോറുണ്ണാൻ നേരമേ ഞാൻ വിളിക്കാം. അതൊരു അച്ഛൻ പാടിക്കോ. പറ്റുന്നെങ്കിൽ ഉറങ്ങിക്കോ. അച്ഛൻ പാടുകയോ ഉറങ്ങിയോ എന്തോന്നും ചെയ്തോ. ഓക്കെ. ഒന്നും ചെയ്തില്ല. ഞാൻ പോയി അടുക്കളയിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടുള്ള ഞാൻ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിങ്ങനെ മുറിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മുട്ട വറുത്തത് റെഡിയായി. ചോറും സാമ്പാറും മുട്ട വറുത്തതും അതുപോലെ തന്നെ നെത്തോലിവ കറി കഴിക്കും. അച്ഛൻ മുട്ട വറുത്തതും ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്താ വെച്ചാ പിന്നെ പാട്ടൊക്കെ ഇന്ന് വെറൈറ്റി പാട്ടായിരുന്നു അച്ഛൻ്റെ മൊത്തം. എന്താ വെച്ചാ ചെറുതായിട്ടുള്ള അത് മുട്ട വറുത്ത് നല്ല ടേസ്റ്റാണ്. ഇല്ല വെണ്ടയ്ക്കായോ? വെണ്ടയ്ക്കല്ല. പറയുന്ന ഒന്ന് കേൾക്കുന്ന ഒന്ന് ഇല്ലയോ? എന്തുവാ വെണ്ടയ്ക്ക് അത് വാങ്ങിച്ചിട്ടുമില്ല. ഓക്കെ ഓക്കെ കഴിച്ചാട്ട് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. കഴിച്ചു തീരാറായി. നല്ല രുചി ഉണ്ടായിരുന്നോ? അതോ രാവിലത്തെ സാമ്പാർ കണക്കാണോ? ഉണ്ട്.
രാവിലെ സാമ്പാർ പടത്തിൽ നിന്ന് വെച്ചാൽ സാമ്പാർ ഒരുപാട് കഴിച്ചു. കൊള്ളാവോ അത്? അത് മതി. ഇത് കൊള്ളാവോ? അത് നല്ല ടേസ്റ്റ് ഉണ്ടോ? അതിന് നല്ല അച്ഛൻ പറഞ്ഞല്ലോ. അല്ല അതിനകത്ത് മറ്റേ ഇലയുണ്ടെങ്കിൽ അതും ഏതാ അച്ഛാ? അലേക്കോ? ഓക്കെ, കഴിച്ചു. ചോറ് കഴിച്ചു കഴിഞ്ഞു. ഞാനൊരുത്തൻ മെസ്സേജ് ഇട്ടാണ്, നിങ്ങൾക്ക് എന്തോ അച്ഛനെ വിറ്റ് കാശാക്കുന്നു. പിന്നെ അച്ഛനെ വിറ്റ് നിങ്ങളത് കാശാക്കാൻ പോയി ഇല്ല വെച്ചാൽ വല്ലതും എനിക്ക് ഫേസ്ബുക്കിൽ വരുമാനം വന്ന് കുമിഞ്ഞു വിടുവന്ന്. 5 വയസ്സ് പോലെ നമുക്ക് കിട്ടുന്നുമില്ല, നമ്മളിത് ശ്രദ്ധിക്കുന്നുമില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടങ്ങനെ ലക്ഷപ്രഭുക്കളാവുമെന്ന്. നമ്മുടെ ഒരു സന്തോഷത്തിന് ഇടുന്നില്ല അച്ഛാ. ഇല്ലേ? നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ഇടുന്നു. അച്ഛന് സന്തോഷം, എനിക്ക് സന്തോഷം. അതുകൊണ്ട് ചില അവന്മാരൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എന്തിനാണ് നാണമില്ലേ? ഒരു നാണമില്ല. അതിൻ്റെ ഒന്ന് വീട്ടിൽ അച്ഛൻ്റെ ഒന്നും നമ്മൾ ഇടുന്നത് അന്നോ അല്ലല്ലോ അച്ഛാ, നമ്മുടെ ഇഷ്ടത്തിനല്ലേ ഇടുന്നത് അല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടും. കാണുന്നവർ കാണുക, കാണാണ്ടാത്തവർ കാണണ്ട. ഇല്ലയോ അച്ഛാ? ഇല്ലയോ? ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ആ, അതറിയാം. അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം വന്ന ആൾക്കാർ നമ്മളെങ്ങനെ ശുശ്രൂഷിക്കുന്നു അല്ലേ, ഈ ഓർമ്മ കുറവൊക്കെ ഉള്ളപ്പം അവരെങ്ങനെയാണ് നോക്കേണ്ടത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഓരോ വീഡിയോസും ഞാൻ ഇടുന്നത്. ഇല്ല അച്ഛാ? അച്ഛനിപ്പോൾ ഓർമ്മ കുറവൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അച്ഛന്. എന്നാലും നല്ല ഓർമ്മ കുറവുണ്ടെങ്കിലും ഇടക്കിടക്കൊക്കെ ഇല്ലേ? വെള്ളം കുടിക്കണം കേട്ടോ, അതെ പറയാതെ. അപ്പം ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ചില ആൾക്കാരേ ഉള്ളൂ അവർക്കൊരു നമ്മളിന്ന് ചൊറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളത് ഭാവിക്കുന്നില്ല. നമ്മൾ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും. ഇല്ല അച്ഛൻ? ഓക്കെ, അച്ഛൻ്റെ ചാപ്പാട് കഴിഞ്ഞു. ഓക്കെ, അവിടെ കഴിവിക്കൂ. ഞാൻ ഈ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. ആ, അവിടെ പോയി കഴിവിക്കും. അങ്ങനെ അച്ഛൻ്റെ ഉച്ചയൂണ് ഞങ്ങൾ കഴിഞ്ഞു. ഓക്കെ അച്ഛാ? ഓക്കെ.